ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. നോമ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള വരുന്ന സ്റ്റിച്ച്, ഇപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് എന്ന് പറയുമ്പം ബേസ് സ്റ്റിച്ച് വരുന്നത് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് ചെയ്ത് കാണിക്കുന്നതും ചെയിൻ സ്റ്റിച്ചാണ്. ഫസ്റ്റത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഈ ചെയിൻ സ്റ്റിച്ച് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. എന്നാലും ഞാൻ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ ക്ലാസ് ശ്രദ്ധിച്ച് കാണാം കേട്ടോ, വീഡിയോസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കാണാം. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക കേട്ടോ, കമൻസിലൂടെ ചോദിക്കാം. ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റിച്ച് നമ്മൾ മാജിക് ചെയിൻ സ്റ്റിച്ചാണ്. ഇത് ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ്. ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് പഠിക്കുന്നത് കൊണ്ട് ഒന്നുകൂടി കാണിച്ച് തരാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ നമ്മൾ ഒരു സൂചിയിൽ തന്നെ 2 കളർ നൂല് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, മാജിക് ചെയിൻ സ്റ്റിച്ച്. അപ്പം 2 കളേഴ്സ് ഞാൻ 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ തവണ നമ്മൾ സൂചിയിൽ കോർക്കുന്ന സമയത്തും ഓരോ കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ശ്രദ്ധിച്ചിട്ട് നോക്കി ചെയ്യുക കേട്ടോ. ഓരോ തവണ നമ്മൾ സൂചി കുത്തിയെടുക്കുന്ന സമയത്തും ഓരോ കളർ, അങ്ങനെയാണ് ഇടവിട്ട് ഓരോ കളറാണ് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണുക. അപ്പോൾ ഫസ്റ്റ് ഒരു കളർ കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ സൂചി കുത്തിയെടുക്കുന്ന സമയത്ത് അടുത്ത കളർ നൂലാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഓർഡറിലാട്ടോ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച്, മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇടവിട്ട് ഓരോ കളറായിട്ട് വരും കേട്ടോ. മാജിക് ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ 2 കളർ ത്രെഡ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 2 കളർ യൂസ് ചെയ്യുന്ന സമയത്ത് കെട്ടുവിടാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഈ രണ്ടാമത്തെ സ്റ്റിച്ച് മാജിക് ചെയിൻ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റിച്ച് ഏതാണെന്ന് നോക്കാം. ഹെവി ചെയിൻ സ്റ്റിച്ചാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെയുള്ളൊരു സ്റ്റാർട്ടിങ് അല്ല വരുന്നത്. ജസ്റ്റ് ഒന്ന് നൂല് കുത്തിയെടുത്ത് അവിടെ ഒരു ചെറിയൊരു സ്റ്റിച്ച് ഫസ്റ്റ് നോർമൽ
ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയാട്ടോ നമ്മൾ ഫസ്റ്റ് ചെയ്ത നോർമൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കുത്തിയെടുത്ത് കോർത്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മളതൊരു ചെയിനാക്കി എടുക്കുന്നത്. ഇനി അടുത്ത് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് ഫിനിഷ് ചെയ്യാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഹെവി ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഹെവി ചെയിൻ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് വരുന്നത് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. ഇത് കുറച്ച് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെയല്ല, ചെറിയൊരു ഡിഫറൻറ്റിൽ ആണ്. പേര് പോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത് പോലെ കേട്ടോ. കുത്തിയെടുക്കുന്നതിന് തൊട്ട് താഴെ ആയിട്ടാട്ടോ സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ സൂചി കുത്തിയെടുത്തതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നൂല് സൂചിയിലേക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് കിട്ടുക കേട്ടോ. ഓരോ സ്റ്റിച്ചിൻ്റെയും തൊട്ട് താഴെയായിട്ടാണ് അടുത്ത സ്റ്റിച്ച് നമ്മൾ കുത്തിയെടുക്കുന്നത്. വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ. വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടാൽ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ 4 വേരിയേഷൻസാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ സ്റ്റിച്ചുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം.
എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.